ഇന്ന് പറയുന്നത് അക്കുപഞ്ചറിന് പോയി പഞ്ചറായി കിടക്കുന്ന ഒരു ടൈപ്പ് 1 ഫാമിലിയുടെ സ്റ്റോറിയാണ്. 15 വയസ്സുള്ള കുട്ടിയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്. ഇൻസുലിൻ എടുക്കുന്നതാണ്. കൃത്യമായിട്ട് തന്നെ ഫോളോ അപ്പോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വിസിറ്റോ ഒന്നും തന്നെ നടത്തലില്ല എന്ന് പറയാം. അതിൻ്റെ ഇടയിൽ ഇവരിത് ഇൻസുലിൻ അല്ലാതെ മറ്റൊരു സൊല്യൂഷൻ എന്ന വഴിക്ക് ആരോ ഇവർക്ക് പറഞ്ഞു കൊടുത്തു, അക്യുപഞ്ചറിന് പോയാൽ ഇൻസുലിനൊക്കെ നമുക്ക് ഒഴിവാക്കാം. ആ രീതിയിൽ ഇവർ അക്യുപഞ്ചറിന് പോയി. അവിടുന്ന് അവർ പറഞ്ഞു നമുക്ക് ഇൻസുലിൻ്റെ റിക്വയർമെൻറ്റ് പതിയെ കുറക്കാമെന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി. അവസാനം അക്യുപഞ്ചറും ഇല്ല, ഇൻസുലിൻ്റെ ഇതും ഇല്ല, ഒന്നും നമ്മുടെ ബോഡി കേൾക്കാത്തൊരവസ്ഥയായി. വേരിയബിൾ ഷുഗറാണ്. HbA1c ലെവൽ 9 മുകളിലോട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടീൻ്റെ ഗ്രോത്ത് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് നിലവിൽ. 5 വർഷമായിട്ടുള്ളൂ ഡയഗ്നോസ് ചെയ്തിട്ട്. നമ്മൾ ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നല്ല കൺട്രോൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ പോലെ തന്നെ ഹെൽത്തി ആയിട്ട് മറ്റ് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ പോകാം. നമ്മൾ ഫിക്സഡ് ഐഡിയ കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് ഭാവിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഉണ്ടാകാൻ പാടില്ല. കുട്ടികൾ ഇൻസുലിൻ എടുക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. രക്ഷിതാക്കളാണ് പൂർണ്ണ ഉത്തരവാദിത്വം കാണിക്കേണ്ടത്. മക്കൾക്ക് ഒരു പ്രായമാകുന്നവരെ കൃത്യമായിട്ട് മെഡിസിൻ കൊടുത്ത് അവർക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.